ഹായ് ഹലോ വെൽക്കം ടു ലേൺ ലീഗൽ ബേസിക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 19 വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള പ്രൊവിഷൻസ് ആണ്. അതായത് പാർട്ട് 4 എൻ്റെ വീഡിയോ സീരീസിലെ കോൺട്രാക്ട് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എൻ്റെ വീഡിയോ സീരീസിലെ 4th പാർട്ടിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. സോ വിതൗട്ട് any delay, let's get into the video. Next section വന്നിട്ട് 19A ആണ്. 19A വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻസേർട്ടഡ് ബൈ ദ 1899 ആക്ട് പ്രകാരം, അമെൻമെന്റ് പ്രകാരമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 19A വന്നിട്ട് 19Aയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പവർ ടു സെറ്റ് അസൈഡ് കോൺട്രാക്ട് ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതായത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിനെ സെറ്റ് അസൈഡ് ചെയ്യാനുള്ളത്. അതായത് വെൻ കൺസെന്റ് ടു ആൻ അഗ്രിമെന്റ് ഈസ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് കാരണമാണ് കൺസെന്റ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ the agreement is a contract voidable. The contract is voidable at the option of the party whose consent was so caused. അതായത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലം ആരുടെ കൺസെന്റ്, ഏത് പാർട്ടിയുടെ കൺസെന്റ് ആണോ ഒബ്റ്റെയിൻ ചെയ്തത്, ആ പാർട്ടിയുടെ ഒപ്പീനിയൻ അനുസരിച്ച്, ആ പാർട്ടിയുടെ ഓപ്ഷൻ ആണ്. ഹി ക്യാൻ ഡിസൈഡ് വെദർ ദ കോൺട്രാക്ട് ഷുഡ് ബി വാലിഡ് ഓർ വോയിഡ്. സോ ഈ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലം നമുക്ക് കിട്ടുന്ന കൺസെന്റ്, ഓക്കെ, അത്തരം കൺസെന്റ് വാലിഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നോ, വോയിഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നോ, ദേ ആർ വോയിഡബിൾ ആണ്. ഓക്കെ, സോ ആ പാർട്ടിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും വെദർ ഹി ഷുഡ് കണ്ടിന്യൂ വിത്ത് ദ കോൺട്രാക്ട് ഓർ വെദർ ഹി ഷുഡ് വാട്ട്, ആ കോൺട്രാക്ട് നിന്ന് എക്സിറ്റ് അടിക്കാം. ദാറ്റ് ഈസ് 19A. നെക്സ്റ്റ് വന്നത് 20 ആണ്. സെക്ഷൻ 20 പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അഗ്രിമെന്റ് വോയിഡ് വേർ ബോത്ത് പാർട്ടീസ് ആർ അണ്ടർ മിസ്റ്റേക്ക് ആസ് ടു മാറ്റർ ഓഫ് ഫാക്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ലോ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 5 കാര്യങ്ങളാണ്. ഒരു കോഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ, CUFM². coercion, undue influence, fraud, misrepresentation and mistake. ഇതിൽ 5ാമത്തെ കാര്യമാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. മിസ്റ്റേക്ക് എന്താണ്? 2 ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഐദർ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഓർ മിസ്റ്റേക്ക് ഓഫ് ലോ. സോ മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിന്റെ കേസിൽ എന്താണ് കോൺട്രാക്ടിന്റെ സ്റ്റാൻഡ് എന്ന് നമുക്ക് നോക്കാം. Where both the parties to an agreement are under a mistake as to a matter of fact essential to the agreement is void. Okay, ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക് ആണ് അവിടെ സംഭവിക്കുന്നത് എങ്കിൽ ആ കോൺട്രാക്ട് വോയിഡ് ആണ്, ആ ഒരു അഗ്രിമെന്റ് വോയിഡ് ആണ്. ഓക്കെ, ആൻഡ് എറേനിയസ് opinion as to the value of the thing which forms the subject matter of the agreement is not to be deemed a mistake of matter of fact. So വാല്യൂ ഓഫ് ദ സബ്ജക്ട് മാറ്ററിന്റെ വാല്യൂവിന്റെ മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കാം, അല്ലെ? ഇപ്പോ ഒരു കാറ്, അതിന്റെ വാല്യൂ ലൈക്ക് നമ്മുടെ ഒപ്പീനിയനിൽ ഒരു 5 lakh വർത്ത് കാറാണ്, ബട്ട് അതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് അതിനേക്കാളും കൂടുതലാണ് എങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ഫാക്ച്വൽ മിസ്റ്റേക്ക് ആണ്. പക്ഷെ അത്തരം ഫാക്ച്വൽ മിസ്റ്റേക്സ് വന്നിട്ട് മിസ്റ്റേക്ക് മീൻസ് എറോണിയസ് ഒപ്പീനിയൻസ് ആണത്. സോ നിങ്ങളുടെ അറിവിൽ അത് 6 lakh വർത്തുള്ള കാറാണ്, ബട്ട് എൻ്റെ അറിവിൽ അത് വെറും 5 lakh മാത്രമേ ഉള്ളൂ എന്നാണ്. സോ അങ്ങനത്തെ ഒപ്പീനിയൻസ് ഒന്നും ലൈക്ക് മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിന്റെ അണ്ടറിൽ വരില്ല എന്നാ പറയുന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു 1 ഇല്ലുസ്ട്രേഷൻ. ഒരേ ഒരു ഇല്ലുസ്ട്രേഷൻ ഡിസ്കസ് ചെയ്യാം, കാരണം ലാസ്റ്റ് ടൈം ഓൾസോ ഒരു ലെങ്തി വീഡിയോ ആയിപ്പോയി. ഐ എം റിയലി സോറി. ഇനി കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഒരൊറ്റ ഇല്ലുസ്ട്രേഷൻ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. A agrees to buy from B a certain horse. ഒരു കുതിരനെ വാങ്ങാൻ തീരുമാനിക്കുകയാണ്. ബിയുടെ കയ്യിൽ നിന്നും എ ഒരു കുതിരനെ വാങ്ങാൻ തീരുമാനിക്കുന്നു. It turns out that the horse was dead at the time of the bargain, though neither party was aware of the fact. The agreement is void. Okay.
എ ബിയുടെ കയ്യിലുള്ള ഹോസിനെ വാങ്ങാൻ തീരുമാനിക്കുന്നു. ഈ ഹോസിനെ വാങ്ങാൻ തീരുമാനിച്ച് അവർ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോസിന് ഞാൻ ഇത്ര വില കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ എ പറയാണ് പോരാ, എനിക്ക് ഇത്ര വില വേണമെന്ന്. സോ അവിടെ ഒരു ബാർഗെയിൻ നടക്കുന്ന സമയത്ത് ഹോസ് വാസ് ഓൾറെഡി ഡെഡ്. ഓക്കെ, ഹോസ് മരിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ കണ്ടീഷൻ വരുന്ന സമയത്ത് അഗ്രിമെന്റ് വോയിഡ് ആണ്. ഓക്കെ, കാരണം അവര് ജീവനില്ലാത്ത ഒരു വസ്തുവിനെ, അതായത് ഹോസിന്റെ പർപ്പസ് എന്താ, ലൈവ് ആയിട്ടുള്ള ഹോസിനെയാണ് എ വാങ്ങാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഹോസ് ഡെഡ് ആയി. അപ്പൊ ആ കോൺട്രാക്ട് തന്നെ വോയിഡ് ആയി പോകും. ഓക്കെ, ബാക്കി രണ്ട് ഇല്ലസ്ട്രേഷൻസും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിൾ ഇല്ലസ്ട്രേഷൻസ് ആണ്. ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ പറയാം. എ ബീങ് എൻറ്റൈറ്റിൽഡ് ടു ആൻ എസ്റ്റേറ്റ് ഫോർ ലൈഫ് ഓഫ് ബി അഗ്രീസ് ടു സെൽ ഇറ്റ് ടു സി. B was dead at the time of the agreement, but both parties were ignorant of the fact. Okay, അതായത് എസ്റ്റേറ്റ് ഫോർ ലൈഫ് ആണ്. അതായത് ബി ജീവിച്ചിരിക്കുന്ന സമയത്ത് എക്ക് എന്താ പറയാ, ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിൽ അവകാശം വരിക. അതാണ് എസ്റ്റേറ്റ് ഫോർ ദ ലൈഫ്. ഓക്കെ, ബി ജീവനോടെ ഇരിക്കുന്നിടത്തോളം എക്ക് അതിലുള്ള അധികാരമുണ്ട്. സോ എന്നിട്ട് എ ഡിസൈഡ് ചെയ്യാണ് ആ ഒരു പ്രോപ്പർട്ടി സിക്ക് വിൽക്കാമെന്ന്. ഈ സമയത്ത് ബി വന്നിട്ട് ഡെഡ് ആയി ഓൾറെഡി. ഈ അഗ്രിമെന്റ് എയും സിയും തമ്മിൽ ഈ അഗ്രിമെന്റിൽ ഏർപ്പെടുന്ന സമയത്ത് ബി വാസ് ഓൾറെഡി ഡെഡ്. ബി ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ആ സമയത്ത് എയ്ക്കും സിക്കും ഈ ഫാക്ട് അറിഞ്ഞിട്ടും ദേ വർ ഇഗ്നോറന്റ്. ദേ ഡിഡ്ന്റ് ബോദർ അബൌട്ട് ദ ഫാക്ട്. അങ്ങനത്തെ ഒരു അഗ്രിമെന്റും വോയിഡ് ആണ്. സോ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റില് വരുന്ന എല്ലാ അഗ്രിമെന്റ്സും എന്താണ്, വോയിഡ് ആണ്. ഓക്കെ, വോയിഡ് നേച്ചറിലായിരിക്കും വരിക. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് മിസ്റ്റേക്ക് ആസ് ടു ലോ നോക്കാം. മിസ്റ്റേക്ക് ആസ് ടു ലോ ഫോർ ഒന്നും ആലോചിക്കാനില്ല. ഇറ്റ് ഈസ് ഓൾസോ വാട്ട്, വോയിഡ് ആണ്. നോട്ട് വോയിഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് വോയിഡ്. ഇവിടെ ജസ്റ്റ് ഒരു ടേം കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് പറയാനാണ്. നോട്ട് വോയിഡബിൾ അറ്റ് ഓൾ എന്നുള്ള രീതിയിൽ. ഓക്കെ, കാരണം എവ്രി മാൻ ഷുഡ് നോ ദ ലോ ഓഫ് ദെയർ ലാൻഡ്. അങ്ങനെയല്ലേ? നമുക്ക് നമ്മുടെ നാട്ടിലെ നിയമം അറിഞ്ഞിരിക്കണം. ഓക്കെ, നിയമം അറിയില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ്. Am I right? Yeah. So a contract is not voidable because it was caused by a mistake as to any law in force in India, but a mistake as to law not in force in India has the same effect as a mistake of fact. So ഇവിടെ പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിന്റെ അതേ എഫക്റ്റ് തന്നെയാണ് മിസ്റ്റേക്ക് ആസ് ടു ലോയിനും ഉള്ളത്. എന്താണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിന്റെ എഫക്റ്റ്? എന്താണ്? കോൺട്രാക്ട് വിൽ ബി എന്താണ്, വോയിഡ് ആയിരിക്കും, അല്ലെ? വോയിഡ് ആണ്. സോ മിസ്റ്റേക്ക് ഓഫ് ലോയിലും വോയിഡ് തന്നെ ആയിരിക്കും കോൺട്രാക്ട്. ആൻഡ് നമുക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ് ക്യാൻ ബി നോട്ട് വോയിഡബിൾ. ഇറ്റ് ഈസ് നോട്ട് വോയിഡബിൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 22, സെക്ഷൻ 22 ആണ്. കോൺട്രാക്ട് കോസ്ഡ് ബൈ മിസ്റ്റേക്ക് ഓഫ് വൺ പാർട്ടി ആസ് ടു ദ മാറ്റർ ഓഫ് ഫാക്ട്. അതായത് രണ്ടുപേരുടെയും നോളേജ് ഇല്ല, ഒരു പാർട്ടിയുടെ നോളേജിൽ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കോൺട്രാക്റ്റും നോട്ട് വോയിഡബിൾ ആണ്. ഓക്കെ, മിയർലി ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ വൺ ഓഫ് ദ പാർട്ടീസ്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഓക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മിസ്റ്റേക്ക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ വൺ ഓഫ് ദ പാർട്ടീസ് ടു ഇറ്റ് ബീങ് അണ്ടർ മിസ്റ്റേക്ക്. ഓക്കെ, ഏതെങ്കിലും ഒരു പാർട്ടി മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്താലും ദാറ്റ് കോൺട്രാക്ട് ഇസ് നോട്ട് ഐദർ നോട്ട് വോയിഡബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ വോയിഡ് എന്ന് പറയാം. ഓക്കെ, വാട്ട് കൺസിഡറേഷൻസ് ആൻഡ് ഒബ്ജക്ട്സ് ആർ ലോഫുൾ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് കൺസിഡറേഷൻസ് ആൻഡ് ഒബ്ജക്ട്സ് ആർ ലോഫുൾ എന്നുള്ള കാര്യമാണ്. ഏതൊക്കെ തരം കൺസിഡറേഷൻ ആണ് ലോഫുൾ, ഏതൊക്കെ തരം ഒബ്ജക്ട്സ് ആണ് ലോഫുൾ. ഓക്കെ, കൺസിഡറേഷന്റെ കാര്യം പറയുന്നുണ്ട്, സബ്ജക്ട് മാറ്ററിന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്ട് ഏതൊക്കെയാണ് ലോഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺലെസ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ,
unless it is of such a nature that if permitted it would defeat the provisions of any law that is existing. ഓക്കെ, ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ലോന്റെ പ്രൊവിഷൻസിനെ ഡിഫീറ്റ് ചെയ്യുന്ന നേച്ചറിലാണ് ആ ഒരു കൺസിഡറേഷൻ ഉള്ളത് എങ്കിലും അത് ലോഫുൾ അല്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ ആക്ച്വലി അൺലോഫുൾ ആയിട്ടുള്ള 5 മാറ്റേഴ്സ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, or it is of such nature that if permitted it would defeat the provisions. അതായത് ഓൾറെഡി നിയമത്തിലുള്ള ഒരു പ്രൊവിഷനെ തോൽപ്പിക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു കൺസിഡറേഷൻ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് മണി, ഓക്കെ, അല്ലെങ്കിൽ കറപ്റ്റഡ് മണി യൂസ് ചെയ്യുക, കൺസിഡറേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മണി ബ്ലാക്ക് മണി ആവുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് അവർ കൺസിഡറേഷൻ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വാട്ട്, ഗഞ്ചയാണ് കൺസിഡറേഷൻ ആയിട്ട് അവർ എക്സ്ചേഞ്ച് കൊടുക്കുന്നത്. സോ ദാറ്റ് ഇസ് വയലേഷൻ ഓഫ് എ പ്രൊവിഷൻ ഓഫ് ലോ അല്ലെ. സോ അത്തരം കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഒക്കെ അൺലോഫുൾ ആണ്. സോ ഇവിടെ പറയുന്ന 5 കാര്യങ്ങൾ ഈസ് ഫ്രോഡുലന്റ് and it involves or implies injury to the person or party of another, property of another. Okay, direct injury to the person or to the property of another. Okay, അങ്ങനത്തെ ഒരു കൺസിഡറേഷനും ഒബ്ജക്റ്റും വാലിഡ് അല്ല, ലോഫുൾ അല്ല. ഇനി the court regards it as immoral, പബ്ലിക് പോളിസിയുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷനും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും വാലിഡ് അല്ല, ദേ ആർ അൺലോഫുൾ. ഈ 5 കാറ്റഗറിയിൽ വരാത്ത എല്ലാ കൺസിഡറേഷനും എല്ലാ ഒബ്ജക്ട്സും എന്താണ്, വാലിഡ് ആണ്, ലോഫുൾ ആണ്. ഓക്കെ, ലോഫുൾ ആണ്. ഇതിൽ വരാത്ത എല്ലാം ലോഫുൾ ആണ്. ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്ന കൺസിഡറേഷനോ ഒബ്ജക്റ്റോ ആണെങ്കിൽ ദേ ആർ അൺലോഫുൾ. ഓക്കെ, in each of these cases the consideration or object of an agreement is said to be unlawful. അതായത് ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഈ ഓരോ കേസിലും വരികയാണെങ്കിൽ, ഈ ഏതെങ്കിലും 5 കേസിൽ വരുവാണെങ്കിൽ that consideration or object is said to be unlawful. Every agreement of which the object or consideration is unlawful is void. ഇതിന്റെ എഫക്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ അൾട്ടിമേറ്റ്ലി വോയിഡ് ആണ്. അത്തരം കൺസിഡറേഷൻ ഉള്ള ഒബ്ജക്ട് അല്ലെങ്കിൽ അത്തരം കൺസിഡറേഷൻ ഉള്ള അഗ്രിമെന്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല, ദേ ആർ വോയിഡ്. ഇതിൽ ഇല്ലുസ്ട്രേഷൻസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വോയിഡ് അഗ്രിമെന്റ്സ് എന്താണ്, ഏതൊക്കെയാണ് വോയിഡ് അഗ്രിമെന്റ്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ദാറ്റ് ഇസ് 24, 25 ഒക്കെ അതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് വിച്ച് ഓൾ അഗ്രിമെന്റ്സ് ആർ വോയിഡ് അഗ്രിമെന്റ്സ് എന്നുള്ളത്. ഓക്കെ, സെക്ഷൻ 30 വരെ വോയിഡ് അഗ്രിമെന്റ്സ് ആണ് പറയുന്നത്. ഡിസ്കസ് ചെയ്യാം. 24 പറയുന്നത് അഗ്രിമെന്റ്സ് വോയിഡ് ഇഫ് കൺസിഡറേഷൻസ് ആൻഡ് ഒബ്ജക്ട്സ് അൺലോഫുൾ ഇൻ പാർട്ട്. അതായത് ഹോളി അൺലോഫുൾ ആവണമെന്നില്ല, അതായത് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടും അൺലോഫുൾ ആവണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം. അതായത് ഇപ്പോൾ ചില കൺസിഡറേഷൻ ഉണ്ടാവും, പകുതി പൈസയും പകുതി എന്തെങ്കിലും പ്രോപ്പർട്ടിയും അങ്ങനെയായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളിൽ അതിലേതെങ്കിലും പ്രോപ്പർട്ടി അൺലോഫുൾ ആണ് എങ്കിൽ, അല്ലെങ്കിൽ മണി അൺലോഫുൾ ആണ് എന്നുണ്ടെങ്കിൽ, അതിൽ പാർട്ട്ലി അൺലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റോ കൺസിഡറേഷനോ യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് അഗ്രിമെന്റ്സ് ആർ വോയിഡ്. ഓക്കെ, അതാണ് 24 ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഇല്ലുസ്ട്രേഷനും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട് യു ക്യാൻ ലീവ് ഇറ്റ് ഓൺ കമന്റ്, ഐ വിൽ റിപ്ലൈ ടു ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് 25. അഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് വോയിഡ്. ഓക്കെ, കൺസിഡറേഷൻ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കൺസിഡറേഷൻ ഉണ്ടെങ്കിലും അതിൽ അൺലോഫുൾ കൺസിഡറേഷൻ ആണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി അൺലോഫുൾ കൺസിഡറേഷൻ ആണെങ്കിലും അതായത് ലോഫുൾ കൺസിഡറേഷൻ ആണെങ്കിലും പാർട്ട്ലി അൺലോഫുൾ ഉണ്ടെങ്കിൽ അതും വോയിഡ് ആണെന്ന് പറഞ്ഞു. ഇനി കൺസിഡറേഷൻ ഇല്ലാതെ ഒരു അഗ്രിമെന്റ് ഫോം ചെയ്യാൻ പറ്റുമോ? നോ, ദാറ്റ് ഇസ് ഓൾസോ നോ, that is also void. Okay, unless it is in writing and registered, or is a promise to compensate for something done, or is a promise to pay a debt barred by limitation law. അതായത്
കൺസിഡറേഷൻ ഇല്ലാതെ എപ്പോഴൊക്കെ അഗ്രിമെന്റ് ഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ it is expressed in writing and registered under the law for the time being in force for the registration of documents and is made on account of natural love and affection. അതായത് നമ്മൾ ഒരു ഗിഫ്റ്റ് പോലെ ഗിഫ്റ്റ് അഗ്രിമെന്റ്സ് വാലിഡ് ആണ്, അവിടെ കൺസിഡറേഷൻ ഇല്ല അല്ലെ. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് കൺസിഡറേഷൻ വാങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. സോ അങ്ങനത്തെ അഗ്രിമെന്റ്സ് വാലിഡ് ആണ്. പക്ഷേ നോർമലി ജനറലി പറയുകയാണെങ്കിൽ അഗ്രിമെന്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ, അഗ്രിമെന്റ് ഫോംഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് വോയിഡ്, അതിന്റെ വാലിഡിറ്റി ഇല്ല. ഓക്കെ, ഇനി ഏതൊക്കെ സിറ്റുവേഷനിൽ കൺസിഡറേഷൻ ഇല്ലാതെ നമുക്ക് അഗ്രിമെന്റ് ഫോം ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് വഴി, അതായത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷന്റെ പുറമെ നമ്മൾ ഒരാൾക്ക് ഒരു സ്ഥലം എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഓൺ ചെയ്യുന്ന ഒരു സാധനം മറ്റൊരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക ഡ്യൂ ടു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഓക്കെ, അമ്മ മകൻ എഴുതി കൊടുത്തു, അല്ലെങ്കിൽ അച്ഛൻ മകൾക്ക് എഴുതി കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഇഫ് ഇറ്റ് ഇസ് എ പ്രോമിസ് ടു കോമ്പൻസേറ്റ്, okay, compensate wholly or in part a person who has already voluntarily done something for the promiser or something which is the promiser was legally compellable to do, or unless, okay, അതായത് പ്രോമിസർ പ്രോമിസി റിലേഷൻ, അതായത് വോളണ്ടറിലി ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യാണ്, ഹോളി ഓർ ഇൻ പാർട്ട്. ഓക്കെ, പ്രോമിസ് പോലെ കൊടുക്കുന്ന രീതിയിൽ. മനസ്സിലായോ? അവിടെ കൺസിഡറേഷന്റെ വാലിഡിറ്റി ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ഇസ് എ പ്രോമിസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻഡ് by the person to be charged therewith or by his agent generally or specially authorized in that behalf. ഓക്കെ, അതായത് റിട്ടേൺ ഫോമിൽ ഒരു അഗ്രിമെന്റ് ഫോം ചെയ്യാണ്. അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഡെറ്റ് പേ ചെയ്യാൻ വേണ്ടി, ഓൾറെഡി ലിമിറ്റേഷൻ വഴി ബാർ ആയിട്ടുള്ള ഒരു ഡെറ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കടം ഉണ്ടാവില്ല, കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോമിസ് പോലെ ഫോം ചെയ്യണം, റിട്ടേൺ ആയിട്ട് ഒരു അഗ്രിമെന്റ് ഫോം ചെയ്യണം. ദാറ്റ് ഇസ് ഓൾസോ വാലിഡ്. അവിടെയും കൺസിഡറേഷൻ വേണമെന്നില്ല. An agreement to which is not void merely because of the considerations and inadequate. Okay, next വന്നിട്ട് section 26. What is section 26? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? Agreement in restraint of marriage. മാരേജ് റെസ്ട്രൈൻ ചെയ്യുന്ന ഒരു അഗ്രിമെന്റും വാലിഡ് അല്ല, ദേ ആർ വോയിഡ്. അതായത് മൈനറിന്റെ മാരേജ് നമുക്ക് തടസ്സപ്പെടുത്താം, പക്ഷെ ഒരു മെജോറിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ഹി ഹാസ് ദ ഓൾ ദ റൈറ്റ് ടു ചൂസ് ദെയർ പാർട്ട്ണർ. അപ്പോൾ മാരേജ് റെസ്ട്രെയിൻ ചെയ്യുന്ന ഒരു അഗ്രിമെന്റും വാലിഡ് അല്ല. അതായത് ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫാദർ വന്നിട്ട് വേറൊരു ബി എന്നുള്ള വ്യക്തിയുമായിട്ട് ഒരു അഗ്രിമെന്റ് വരുവാണ്, അഗ്രിമെന്റിൽ ഇൻവോൾവ് ആവാണ്. ആൻഡ് മൈ ഫാദർ ഇൻ ദാറ്റ് അഗ്രിമെന്റ് സേസ് ദാറ്റ് നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ പറയാണ്, എൻ്റെ മകളെ നിങ്ങളുടെ മകനെ ഒരിക്കലും കെട്ടിച്ചു തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു അഗ്രിമെന്റ് ഫോം ചെയ്യാണ്. ആൻഡ് അവര് അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും, അതായത് ബിയുടെ മോനും ഞാനും തമ്മിലുള്ള കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദേ ബോത്ത് ആർ എൻറ്ററിങ് ഇൻ എൻ അഗ്രിമെന്റ്. ഓക്കെ, എൻ്റെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു അഗ്രിമെന്റ് ബേസിസിൽ പോവുകയാണെങ്കിൽ, നടക്കാനോ നടക്കാതിരിക്കാനോ. റെസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി നടക്കാതിരിക്കാൻ എന്നാണ്. മാരേജിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വോയിഡ് ആണ്. ഓക്കെ, ഇനി മാരേജിന്റെ കാര്യം പറഞ്ഞു. സോ അങ്ങനെ ഒരു അഗ്രിമെന്റ് എന്തായാലും വോയിഡ് ആയിരിക്കും. ഇനി ട്രേഡിനെ റെസ്ട്രെയിൻ ചെയ്യുന്ന അഗ്രിമെന്റ്സും വോയിഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾക്ക് ഫ്രീ ആസ് പെർ ആർട്ടിക്കിൾ, I don't remember the exact article number, 19 clause, one clause ഏതോ ആണ്. Okay, Article 19 we have the freedom to choose the trade. Okay, freedom to trade എന്നുള്ള കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന പവർ ആണ്.
ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ അതിനെ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റെസ്ട്രെയിൻ ചെയ്യാൻ ആർക്കും തന്നെ റൈറ്റ് ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു അഗ്രിമെന്റ് ഓഫ് കോഴ്സ് ഈസ് വോയിഡ്. ഓക്കെ, അതേപോലെ തന്നെ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി എന്നുള്ള കാര്യം ഈ ഒരു ഇതിൽ വരും, റെസ്ട്രെയിന്റ് ഓഫ് മാരേജിന്റെ കേസിൽ. ഓക്കെ, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിൽ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്, വി ഹാവ് ദ പ്രൈവസി, വി ഹാവ് ഓൾ ദ ലൈക്ക് ലിബർട്ടി ടു ചൂസ് അവർ പാർട്ട്ണർ. അപ്പൊ അങ്ങനത്തെ കേസിൽ ഈ രണ്ടെണ്ണവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിളിനെ വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊവിഷൻസ് ആണ്. ഓക്കെ, ഇനി വരുന്നത് അഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. ഓഫ് കോഴ്സ് ലോനെ വയലേറ്റ് ചെയ്യുന്ന ഒരു അഗ്രിമെന്റും ലീഗൽ പ്രൊസീഡിങ്സിനെ, അതായത് ലീഗൽ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ്, നമ്മളുടെ പ്രൊസീജിയറൽ ലോസിനെ വയലേറ്റ് ചെയ്യുന്ന ഒന്നും നമുക്ക് വാലിഡ് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റില്ല. ഒരു തരത്തിലുള്ള അഗ്രിമെന്റും വാലിഡ് അല്ല. നമ്മുടെ ലീഗൽ പ്രൊസീഡിങ്സിനെ വയലേറ്റ് ചെയ്യുന്ന, റെസ്ട്രെയിൻ ചെയ്യുന്ന ഒരു അഗ്രിമെന്റ്സും വാലിഡ് അല്ല. ദേ ആർ ഓൾ വോയിഡ്. ഓക്കെ, എല്ലാം വോയിഡ് ആണ്. Saving of contract to refer to arbitration dispute that may arise, and refer questions that have already arisen. ഇതൊക്കെ ആർബിട്രേഷൻ റിലേറ്റഡ് ആണ്. വി ഡോണ്ട് ഹാവ് ടു ലുക്ക് ഡീപ്പർ ഇൻ ടു ദോസ് പ്രൊവിഷൻസ്. ഓക്കെ, ഇനിയിപ്പോൾ അതിൽ കുറച്ചും കൂടെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ഓൺ ദ കമന്റ്. ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ദിസ് വീഡിയോ ലോങ്, ലൈക്ക് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അഗ്രിമെന്റ്സ് വോയിഡ് ഫോർ അൺസർട്ടനിറ്റി. അതായത് ഒരു അഗ്രിമെന്റ് അതിൽ കൺസിഡറേഷൻ സർട്ടേൻ അല്ല, ഒബ്ജക്റ്റ് സർട്ടേൻ അല്ല, സബ്ജക്ട് മാറ്റർ എന്താണെന്ന് അറിയില്ല, ആരൊക്കെയാണ് പാർട്ടീസ്, ഒന്നും സർട്ടേൻ അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സർട്ടേൻ ആയിട്ട് പറയുന്നില്ല എന്നല്ലെങ്കിൽ എന്താണ് ആ അഗ്രിമെന്റിന്റെ മീനിങ് തന്നെ സർട്ടേൻ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലും അങ്ങനത്തെ അഗ്രിമെന്റ്സും വോയിഡ് ആയിരിക്കും. ഓക്കെ, അതായത് പിന്നീട് അത് സർട്ടേൻ ആക്കി മാറ്റാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അഗ്രിമെന്റ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് എ അഗ്രീസ് ടു സെൽ ബി 100 tons ഓഫ് ഓയിൽ, ദർ ഇസ് നത്തിങ് ഷോൺ ഇൻ ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് ഓയിൽ. ഓക്കെ, എ ബിക്ക് 100 ടൺ ഓയിൽ കൊടുക്കാൻ തീരുമാനിച്ചു, പക്ഷെ എന്ത് ഓയിലാണ്, എന്ത് കൈൻഡ് ഓഫ് ഓയിൽ ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ അഗ്രിമെന്റ്സ് ഒക്കെ വോയിഡ് ആണ്. ഓക്കെ, എല്ലാം നമ്മൾ സ്പെസിഫിക് ആയിട്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓരോ കാര്യം മെൻഷൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അഗ്രിമെന്റ് വാലിഡ് ആവുള്ളൂ, അഗ്രിമെന്റ് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയി മാറുള്ളൂ. ഓക്കെ, അഗ്രിമെന്റ്സ് ബൈ വേ ഓഫ് വേജിങ് അഗ്രിമെന്റ്, അങ്ങനത്തെ അഗ്രിമെന്റ്സും വോയിഡ് ആണ്. ഓക്കെ, wager are agreements by way of wager are void and not suit. No suit shall be brought for recovering anything alleged to be won on any wager. അതായത് നമ്മൾ വേജ് ചെയ്ത് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, either it can be property, money or whatever thing, നമ്മൾ ആ വേജിങ്ങോടെ വേജിങ് ചെയ്ത് കിട്ടുന്ന ഒന്നും റിക്കവർ ചെയ്യാനുള്ള സ്യൂട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ റെമഡി, ലൈക്ക് ലീഗൽ റെമഡി അവൈലബിൾ ഫോർ വേജറിങ് അഗ്രിമെന്റ്സ്. ഓക്കെ, അഗ്രിമെന്റ്സ് വോയിഡ് ആണ്, അതിന്റെ നേച്ചർ തന്നെ വോയിഡ് ആണ്. സോ അതിന് വാലിഡിറ്റി തന്നെ ഇല്ല. ഓക്കെ, സോ അത്തരം വേജിങ് അഗ്രിമെന്റ്സിലൊന്നും ആരും പോവാതിരിക്കുക. എക്സെപ്ഷൻ ഇൻ ഫേവർ ഓഫ് സർട്ടീൻ പ്രൈസസ് ഫോർ ഹോഴ്സ് റേസിംഗ്. ഹോഴ്സ് റേസിംഗിന്റെ പ്രൈസസിൽ ആക്ച്വലി ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എക്സെപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ദിസ് സെക്ഷൻ ഷാൾ നോട്ട് ബി ഡീംഡ് ടു റെൻഡർ അൺലോഫുൾ subscription or contribution or agreement to subscribe or contribute made or entered into for or toward any paid price. ആക്ച്വലി ഹോഴ്സ് റേസിംഗ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കോമൺ ആണ്. ദിസ് ഇസ് എ കോമൺ കൾച്ചർ among the Britishers. So ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ലോ ആയതുകൊണ്ട് this is still a valid thing. ഹോഴ്സ് റേസിംഗ് മാറ്ററിൽ എന്തെങ്കിലും രീതിയിൽ അഗ്രിമെന്റ്സ് ഫോം ചെയ്യാനോ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ കോൺട്രിബ്യൂഷൻ ചെയ്യാനോ ഉള്ള രീതിയിൽ അഗ്രിമെന്റ്സ് ഫോം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് an exception to section 30. സെക്ഷൻ 30ക്ക് ഒരു എക്സെപ്ഷൻ ആണ്. അവിടെ certain agreements are valid എന്നാ പറയുന്നത്. It is not void. ഇനി 294 of Indian Penal Code not affected. അതായത്
Any transaction connected with horse racing, it is. Okay. 294A അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അത് ആക്ച്വലി ഇപ്പൊ ബി എൻ എസിൽ നമുക്ക് ആ ഒരു സെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ലെറ്റ്സ് ലുക്ക്. ഓക്കെ, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഐ ജസ്റ്റ് പിൻ ഇറ്റ് ഓൺ മൈ കമന്റ്. ഓക്കെ, സോ അതിനെയും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു പ്രൊവിഷൻ implement ചെയ്തിരിക്കുന്നത്. So that's all about today's video. I hope you all understood what I have all like ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ നൗ. ഇതുവരെ കണ്ട എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക്സ്. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു വാച്ച് ലൈക്ക് ഇനി വരുന്ന വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ടീച്ചിങ് സ്കിൽസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, of course I know that there are certain mistakes and also some certain things that I have to improve, but നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സജഷൻസും ഫീഡ്ബാക്സും കിട്ടുമ്പോൾ ഐ ക്യാൻ ലൈക്ക് എനിക്ക് അധികം എഫേർട്ട്ലെസ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് അതിന് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ that's all. Thank you. Thanks for watching.